ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും റെഡിയാക്കാം. വേഗം വായോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗത്തിൽ ഉണ്ടാക്കണം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണല്ലോ പുട്ടും കടലയും. അപ്പോൾ ഇന്ന് പുട്ടും കടലയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചടപടേന്ന് അരിഞ്ഞ് എടുക്കണം. വെളുത്തുള്ളി ചതച്ചെടുക്കണം. അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടായതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത് ആദ്യം ഇടണം. എന്നിട്ടൊരു കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം സവോള, അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൽ സംഭവിച്ചത്, ഞാൻ വെളുത്തുള്ളി ഇട്ടത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായി. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാം. എന്നിട്ടത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി നന്നായിട്ട് വഴണ്ട് വരണം. ഈ ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴണ്ട് വരണത് അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ വഴറ്റിയ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറുകിയിരിക്കും കറി, അതുകൊണ്ടാട്ടോ. എന്നിട്ടത് മിക്സിയിലിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഏകദേശം ഈ ഒരു പരുവാവണ വരെ നമുക്കതൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ചട്ടി വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് ഈ അരച്ചെടുത്തത് ആ സെയിം ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ, ആദ്യം മഞ്ഞൾപ്പൊടി ഇടണം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മീറ്റ് മസാല ഇടണം. മീറ്റ് മസാല ഇട്ടിട്ട് മുളക് പൊടി ഇടണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം മാറണ വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇളക്കുന്ന സമയത്ത് എപ്പോഴും തീ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിയാണ്ട് ശ്രദ്ധിക്കണം. ഏകദേശം ഈ ഒരു പരുവം ആയി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇത് അരച്ചെടുത്ത മിക്സിയുടെ ജാറില്ലേ, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ചിറ്റിച്ച് ആ വെള്ളം ഇതിലേക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് തീ ഒന്ന് ജസ്റ്റ് കൂട്ടി വയ്ക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ, നമുക്ക് പുട്ടിന് കഴിക്കാനല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ചാറ് വേണ്ടേ. നമുക്കപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒരു നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കടലിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ കടല വേവിക്കാത്തതെന്ന്. നമുക്കിവിടെ വേവിച്ച കടല ടിന്നിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മളതാണ് യൂസ് ചെയ്യാറ് കടലക്കറിക്ക്. അതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ വേഗം കറിയാക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ കടല അതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ കറി. അപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പതുക്കെ ഓഫ് ചെയ്തിട്ട് ഈ കടലക്കറി അങ്ങ് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമുക്കിനി പുട്ടിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഈ കടലക്കറി അങ്ങ് നീക്കി വെച്ചിട്ട് നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള പൊടി എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് കലക്കി നന്നായിട്ട് നനച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചീകിയെടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് കളർഫുള്ളായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ആ തേങ്ങയും ക്യാരറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ ആ പുട്ട് പാത്രത്തിലേക്ക് അങ്ങ് കുത്തിയിടാം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ പുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടും കടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്